ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതിൽ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് നോക്കാം. നമ്മുടെ മൊബൈൽ മാത്രമല്ല, നമ്മുടെ ബന്ധുക്കൾക്കായാലും മറ്റ് ഫ്രണ്ട്സിനായാലും നമുക്ക് അതിലൂടെ റീചാർജ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമുക്ക് മുകളിലായിട്ട് റീചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് പ്രീപെയ്ഡ് റീചാർജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഇവിടെ ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ 1-2 നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൽ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്തിട്ട് റീചാർജ് ചെയ്ത നമ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നമ്പറിലോട്ടൊന്ന് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു പേജിലായിരിക്കും ഓട്ടോമാറ്റിക്കലി പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ സിമ്മിൻ്റെ ചേഞ്ചിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ സിം ഏതാണെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. അല്ല അത് കറക്റ്റായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഇത് ചെയ്യണമെന്നില്ല. പിന്നെ അടുത്ത് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ റെക്കമെൻഡഡ് പാക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ റീചാർജ് ചെയ്യാനുള്ള പ്ലാൻസ് ആണ്. അപ്പോൾ ഇവിടെ അവരായിട്ട് കുറേ പ്ലാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതല്ല വേണ്ടത്, വേറെ പ്ലാൻസാണ് നമുക്ക് വേണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 149ൻ്റെ പ്ലാനാണ് ഇവിടെ കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ 149ൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 1 GB ഡാറ്റ ഉണ്ട്. പിന്നെ അത് എത്ര ദിവസത്തേക്കുള്ളതെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അടുത്ത് ഇവിടെ നമ്മൾ എത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 149 രൂപയാണ് നമ്മുടെ ആ ഒരു പ്ലാനിൻ്റെ വിലയെന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ സൂപ്പർ കോയിൻ കൂടെ ആഡ് ആവുന്നത് കൊണ്ട് നമുക്ക് 139 രൂപ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അവിടെ 10 രൂപ സൂപ്പർ കോയിനിൽ ആഡ് ആവുന്നത് കൊണ്ട് നമുക്ക് 10 രൂപ കുറച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും. അടുത്തതിന് ഈ ഒരു പ്ലാനല്ല, നമുക്ക് വേറെ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ ഏതാണ് അത് നോക്കിയിട്ട് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ കുട്ടി പ്ലാനാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ 19 രൂപയ്ക്ക് 1 GB ഡാറ്റ കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് 1 സൂപ്പർ കോയിന് ആഡ് ആവുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ഒരു 100 കഴിഞ്ഞിട്ടുള്ള എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 സൂപ്പർ കോയിൻ വെച്ചിട്ട് നമുക്കവിടെ കുറയുന്നുണ്ട്. ഇവിടെ 239ൻ്റെ ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് 229 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഇതിൽ ഓരോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അക്കൗണ്ടൊക്കെ ചൂസ് ചെയ്ത് കൊടുത്തിട്ട്, അതായത് ഗൂഗിൾ പേയോ പേടിഎമ്മോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു പേജ് ഓപ്പണായി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ പേടിഎം ആണോ അതോ വേറെ മെത്തേഡാണോ എന്നുള്ളതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആ ഒരു ഡീറ്റെയിൽ അവിടെ വരുന്നതായിരിക്കും. അങ്ങനെ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്തിട്ട് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ നമുക്ക് പിന്നെയും കാണാം. താങ്ക്